ഹായ്, അസ്സലാമു അലൈക്കും. ഫവാസ് അംജദിയാണ്. ജീവിതത്തിലെ ഇംപ്രൂവ്മെന്റിന് സഹായിക്കുന്ന ചില കാര്യങ്ങൾ, ദൈനംദിന കൃത്യങ്ങളിൽ നമ്മുടെ ഡെയിലി റൂട്ടീനുകളിൽ ഉപയോഗിക്കാവുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അതിരാവിലെ ഉണരുക എന്നുള്ളത് തന്നെയാണ്. അതിരാവിലെ ഉണരുക എന്ന് പറഞ്ഞാൽ അതിന് നേരത്തെ ഉറങ്ങുക എന്നുള്ള ശീലം ഉണ്ടെങ്കിൽ അതിരാവിലെ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങണം. നേരത്തെ എണീക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങണം. അപ്പോൾ രാത്രി വളരെ വൈകി ഉറങ്ങുന്ന ശീലം ഒഴിവാക്കി അതിരാവിലെ എണീക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പ്രഭാത സമയത്തിന് എല്ലാ മതങ്ങളും എല്ലാ ധർമ്മങ്ങളും പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തഹജ്ജുദിന്റെ സമയം എന്ന് പറയും, പുലർക്കാല വേള എന്ന് പറയും, ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയും. ഇതൊക്കെ സുബ്ഹിയുടെ മുമ്പുള്ള സമയമാണ്. ആ സമയത്ത് എണീക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 4 AM ക്ലബും 5 AM ക്ലബൊക്കെ ഉള്ള സമയമാണല്ലോ. അപ്പോൾ അതിരാവിലെ ഉണരുക എന്നത് ഒരു ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റുന്നത് നമ്മളെ കൂടുതൽ ഇംപ്രൂവ്മെന്റിന് സഹായകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹ, എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാത സമയങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്നത്. ഈ പ്രഭാത സമയം എന്നത് ഒരു അനുഗ്രഹത്തിന്റെ സമയമാണ്. ആ സമയം കിടന്നുറങ്ങാനുള്ളതല്ല. ആ സമയത്ത് എണീറ്റ് നമ്മുടെ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മേക്ക് യുവർ ബെഡ്. എണീറ്റ ഉടനെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന നമ്മളെ ബെഡ്ഷീറ്റ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അത് നല്ലവണ്ണം വിരിച്ച് വൃത്തിയാക്കി വെക്കുക. ഇത് ചെയ്യുമ്പോൾ അതിരാവിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു നല്ല രീതിയിൽ പൂർത്തിയായ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പം അത് മേക്ക് യുവർ ബെഡ്, നമ്മുടെ ബെഡ് നല്ല രീതിയിൽ വൃത്തിയായി നിവർത്തി സൂക്ഷിക്കുക എന്നുള്ളത്. അലങ്കോലപ്പെട്ട് കിടക്കുന്ന രീതിയിൽ അവിടെ നിന്ന് പോകാൻ പാടില്ല. ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം അതായിരിക്കട്ടെ. മൂന്നാമത്തെ കാര്യം മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് എണീറ്റ് അംഗസ്നാനം വരുത്തിയതിനു ശേഷം തഹജ്ജുദ് നിസ്കരിക്കാം, അല്ലെങ്കിൽ സുബ്ഹ് നിസ്കരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റു മതങ്ങളിൽ അവരുടേതായ പ്രാർത്ഥനകളോ മറ്റു മെഡിറ്റേഷനുകളോ സ്വീകരിക്കാവുന്നതാണ്. നാലാമത്തെ കാര്യം വ്യായാമം ചെയ്യാന്നുള്ളതാണ്. ഒരു അരമണിക്കൂറോ 40 മിനിറ്റോ 1 മണിക്കൂറോ ഒക്കെ നടത്തോ ഓട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുക. വ്യായാമം ചെയ്യുന്നത് മുഖേന നമ്മുടെ ഒരു ദിവസത്തിനാവശ്യമായ ഊർജം നമുക്ക് കിട്ടുകയും ആ ദിവസം മുഴുവനും പോസിറ്റീവായിരിക്കാനും നമ്മുടെ നെഗറ്റീവ് മൈൻഡുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും വ്യായാമത്തിനാകും എന്നതാണ് അനുഭവം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സും ശരീരവും നമ്മളൊരു അരമണിക്കൂർ നടക്കുന്നത് മുഖേനയോ അല്ലെങ്കിൽ 40 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് മുഖേനയൊക്കെ നമുക്ക് നേടിയെടുക്കാനാവും. അപ്പൊ നാലാമത്തെ കാര്യം വ്യായാമം പതിവാക്കുക എന്നുള്ളതാണ്. അടുത്ത കാര്യം പോസിറ്റീവ് അഫർമേഷനും വിഷ്വലൈസേഷനുമാണ്. നമുക്ക് കഴിവില്ല, നമുക്കൊരു വീക്കായ ഒരു കാര്യം ഉണ്ടാവും. ഉദാഹരണത്തിന് പ്രസംഗിക്കാൻ കഴിവില്ല എന്ന് ഞാൻ വിശ്വസിച്ച് വെച്ചിരുന്നെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. അത് നമ്മൾ പോസിറ്റീവ് അഫർമേഷനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കത് പോസിറ്റീവ് അഫർമേഷൻ ആക്കി മാറ്റി ഞാൻ നന്നായി പ്രസംഗിക്കുന്നവനാണ് എന്ന് ഒരു പേപ്പറിൽ എഴുതുകയോ അല്ലെങ്കിൽ അത് നിരന്തരം കൂടുതൽ തവണ ഉരുവിടുകയോ ചെയ്യുക. അപ്പോൾ പ്രസംഗിക്കാൻ കഴിവില്ല എന്ന് വിശ്വസിക്കുന്ന ഞാൻ അങ്ങനെ ഉരുവിടുകയും അല്ലെങ്കിൽ അതൊരു പേപ്പറിലേക്ക് നിത്യേന എഴുതുകയും ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്വീകരിക്കും. നമുക്ക് നന്നായി പ്രസംഗിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് വിഷ്വൽ ചെയ്യുകയും ചെയ്യുക. വിഷ്വലൈസേഷൻ ഈസ് ലാംഗ്വേജ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയുക. വിഷ്വൽ ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടുന്ന സമയത്ത് നമുക്ക് നന്നായി പ്രസന്റ് ചെയ്യാനും പ്രസംഗിക്കാനും സാധിക്കുന്നതാണ്. അപ്പൊ അത് രണ്ടും നമുക്ക് വീക്കായ കാര്യം ഏതാണോ അതിനെക്കുറിച്ചൊരു പോസിറ്റീവ് അഫർമേഷൻ ഉണ്ടാക്കുകയും അത് വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. മറ്റൊരു കാര്യം, ഒരു 20 പേജെങ്കിലും നഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് നോവല് സ്റ്റോറി ഐറ്റംസ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക, അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ ടൈപ്പ് പുസ്തകങ്ങളും ഇഷ്ടമുണ്ടാകും. രണ്ടാണെങ്കിലും സ്റ്റോറി വായിക്കുമ്പോഴും നോവൽ വായിക്കുമ്പോഴും നമ്മുടെ ഇമാജിനേഷന്റെ പവർ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേത് നമ്മുടെ നോളജും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമുക്ക് താല്പര്യപ്പെട്ട കാറ്റഗറി പുസ്തകങ്ങൾ ഏതാണോ അത് ഒരു ദിവസം ഒരു 20 പേജെങ്കിലും
വായിക്കാനുള്ള ശ്രമം ഉണ്ടാകുക. ടുഡേസ് റീഡർ ടുമോറോസ് ലീഡർ എന്നാണ് പറയുക. ഇന്നത്തെ വായകൻ, ഇന്നത്തെ വായനക്കാരൻ നാളത്തെ നായകനാണ്. അപ്പൊ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, വായിച്ചു കൊണ്ടിരിക്കുക. നിത്യവും ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 പേജെങ്കിലും വായിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു പുസ്തകം നമ്മുടെ ബാഗിലോ മറ്റോ കരുതുകയാണെങ്കിൽ യാത്രയിലോ അല്ലെങ്കിൽ മറ്റൊരാളെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടുന്ന സമയം വരുമ്പോഴോ അങ്ങനെയുള്ള സമയങ്ങളിലും നമുക്കത് വായിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു പുസ്തകം ഏത് സമയത്തും കയ്യിൽ കരുതുക. ദിവസവും 20 പേജെങ്കിലും വായിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവാന്നാണ്. എപ്പോഴും ഈ ആവലാദ്യം വേവലാദ്യം ഇല്ലായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന് അല്ലെങ്കിൽ സൃഷ്ടാവിന് നന്ദി പറയുക. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായി ഒരു ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഒരു അൽഹംദുലില്ലാ എന്നുള്ള ഒരു ദിക്ർ ഒരു 100 തവണ പതിവാക്കുക. അത് ഓരോ തവണ ഓരോ ഹംദ് പറയുമ്പോഴും നമുക്ക് ഇന്ന് നേരം വെളുത്തത് മുതൽ ഈ സമയം വരെ ലഭിച്ച അനുഗ്രഹങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് പറയുക. രാവിലെ നമുക്ക് എണീക്കാൻ പറ്റി. പല ആളുകളും രാവിലെ എണീക്കാതെ മരണത്തിന് കീഴടങ്ങി. നമുക്ക് നല്ല ആരോഗ്യമുണ്ടായി, നമുക്ക് ഭക്ഷണങ്ങൾ കിട്ടി, നമുക്ക് പല ആളുകളെയും ഇന്ന് കാണാൻ പറ്റി. ഇതൊന്നും സാധിക്കാത്ത പല ആളുകളും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ എണീക്കാൻ കഴിയാതെ അനാരോഗ്യകരമായ അവസ്ഥയിലുണ്ട്. നമുക്കിങ്ങനെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, സൃഷ്ടാവിന്റെ അനുഗ്രഹങ്ങൾ നാം എണ്ണിത്തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചാൽ നമുക്കത് സാധ്യമല്ല എന്നാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണവും വർദ്ധിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ എങ്കിൽ നാം നിങ്ങൾക്ക് കൂടുതലായി നൽകുമെന്നാണ് സൃഷ്ടാവ് നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പതിവാക്കുക. ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയോ അല്ലെങ്കിൽ അത് പറയുകയോ ചെയ്യുന്ന ശീലം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകുമെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത കാര്യം, നമ്മുടെ ഈ ദിവസത്തെ നാം അവലോകനം ചെയ്യാന്നുള്ളതാണ്. ഇന്ന് നേരം വെളുത്തത് മുതൽ ഈ രാത്രി സമയത്ത് വരെയുള്ള പ്രവർത്തനങ്ങളിൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു, അതേപോലെ ഇന്ന കാര്യം ഏതെല്ലാം കാര്യങ്ങളിൽ ഞാൻ സമയം വേസ്റ്റാക്കി, ഇങ്ങനെയുള്ള ഒരു ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവലോകനം ചെയ്യുക. വന്നു പോയ തെറ്റുകൾ അടുത്ത ദിവസം ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതെല്ലാം എന്ന് തീരുമാനിക്കുക. കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് തീരുമാനിക്കുക. ഈ ഒരു അവലോകനം നടത്തുകയും അടുത്ത ദിവസത്തിന് വേണ്ടിയുള്ള ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുകയും ചെയ്യുക. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി അടുത്ത ദിവസം കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ 6-7 കാര്യങ്ങൾ ഉണ്ടാകും. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ ഓരോ ദിവസങ്ങളും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ സാധിക്കട്ടെ. താങ്ക് യു.